അയൽവാസി കുട്ടികളാ വന്നിട്ട് പൂക്കളുണ്ട്. തിരുമ്പിട്ട് മാറി വേണോ പുണ്ണി തന്നെ കൊലയാണോലെ കൊല കുറച്ച് വലുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഞാൻ പോലീസ് പിടിക്കുന്നു. ആ കുൽസോ ഈ 2 മുട്ട തരുവോ? ആ എന്താ വലുതെടുക്കണ ചെറുതെടുക്കണ പറ്റ ചെറുതായത് അലി മണ തന്നെ മതി. ശുക്രാക്ക പൊറാട്ടകളെ മൈദ കുഴച്ചത് അവർക്ക് ഒരു ഗ്ലാസ് പായസം കൊടുക്കുക. കുട്ടികളെ ഇക്കുറി ഓണം നമ്മളെ വീട്ടിൽ തന്നെ കളറാവണം. അത് നോമ്പിന്റെ ഒരു ആഗ്രഹം. ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നിന്റെ പൊരയിലെ കോഴി മുട്ട ഇടിയല്ലേ? എന്റെ പൊരയിലെ കോഴി ഇടാൻ മുട്ട ഇടാൻ 10 മണിയാകും. വളെ 8 മണിയായിക്കല്ലോ. അപ്പൊ ഇങ്ങനെ എന്റെ കയ്യിൽ കഴിഞ്ഞ ആഴ്ച മായിക്കൊണ്ടായ മുട്ടയുടെ എന്റെ അല്ല ഈ സാമ്പാറിന് പച്ചക്കറി അരിഞ്ഞൂടി. കരാട്ടെ മാസ്റ്ററാണ് ഇന്നോടൊക്കെ ജയിപ്പിക്കണ്ടേ. കറാട്ട മാസ്റ്റർ അല്ലെങ്കിൽ പൊറാട്ട മാസ്റ്റർ മര്യാദക്ക് ഞാൻ പറഞ്ഞു ഉണ്ടാക്കി തന്നോളി, അല്ലെങ്കിൽ എന്റെ കൈരടിങ്ങൾ അറിയും. അപ്പൊ കളറൊക്കെ ഞങ്ങളാക്കി തരാം. ചോറിനാ ഞങ്ങളും ഉണ്ടാവും. നിങ്ങൾ മാത്രമല്ല ഇക്കുറി നോമ്പിന്റെ വീട്ടിലേക്ക് എല്ലാരും ക്ഷണിച്ചിരിക്കുന്നു. അയ്യോ അത് പറഞ്ഞേ പറ്റിയേ ബാപ്പുട്ടിയെ എല്ലാ മുട്ടയും ഞാൻ 10 മണിക്ക് തരാം. ഇപ്പൊ ഇനി തൽക്കാലം എനിക്ക് 2 മുട്ട തരണം. മൂപ്പ 2 ആട് പത്തിരിയും കൊണ്ട് കാത്തിരിക്കുന്നത്. ഞാൻ പോയിട്ട് വേണം കറി വെച്ചു കൊടുക്കാം പ്ലീസ്. കൈരളി ഏഷ്യാനെറ്റ് ഞാൻ അടുക്കള പണിക്കണെങ്കിൽ ആശാറുണ്ടല്ലോ കത്തിപ്പോ ചോറുണ്ടല്ലോ മൂപ്പര് അടങ്ങുള്ളൂ. നിങ്ങൾ ആശാ തെങ്ങും കുഞ്ചി കിടക്കണേ. അപ്പൊ ആ നോമിന്റെ ചങ്ങായി കരിങ്കോയിനെ നോം ക്ഷണിച്ചില്ലല്ലോ. എന്താ പരിപാടി? അയ്യോ 100 ആഴ്ച കോയെ പറയാ ഒന്ന് തുറക്കുക. ആട്ടും കുടിയിട്ട് തനിക്ക് ചൂലോണ്ടല്ലേ കിട്ടിയിട്ടുള്ളൂ, എന്നെ ഒലക്കൊണ്ടാ കുത്തിയെ. കേറാ 10 മണിക്കല്ലേ എന്റെ കോഴി മുട്ട ഇടുക? അതിന്റെ ആശാ തെങ്ങൂച്ചി കയറുന്നത് ഞാൻ കറാട്ടി മറാട്ടി ഇന്ത്യ എടുത്തിട്ടല്ല ചവിട്ടി കൂടി ചുമരം പൊട്ടിച്ചു. ഞാൻ വല്ല ചെലക്കാൻ നിൽക്കണ്ട, കയ്യിൽ ചൂടറിയും. നിങ്ങൾ വല്ലാ ചെലക്കണ്ട. ഓണം ദിവസമായിട്ട് താ പഠിച്ചിറങ്ങിയിരിക്കുക. ഏയ് ഞാൻ പെങ്ങളെ വീട്ടിൽ നിന്ന് തരാ. ആ എന്നിട്ട് എന്താ തന്തന്റെ തലയില്? തന്തന്റെ തലയിലോ? അല്ല തന്റെ തലയില്. അതിനെന്താ പ്രാന്ത? ഏയ് അതിനും മുന്തിയതാ. രാവിലെ ആടുകളൊക്കെ മേയാൻ വിട്ടു, എന്നെ മാത്രം വിട്ടിട്ടില്ല ബാപ്പുട്ടി. 10 ആവുമ്പോ എന്റെ മുട്ട ഇവിടെ എത്തണം. 9 ആകുമ്പത്തെ എന്റെ മുട്ട ഞാൻ ഇവിടെ കൊണ്ടുതരും. പോരെ? രാവിലെ 10:45. കഴിഞ്ഞ ആഴ്ച ഇത് കിട്ടിയിട്ടേ 2 ദിവസം മൂത്രം ആവാതെ കിടന്നു തുറമ്പോ ഞങ്ങൾക്ക്. ഞാൻ പോവണേ ശ്വേത പായസം. എമ്മ മാട്രസ് ആണ്. തന്റെ അമ്മ മദ്രാസ് പോയതല്ല ചോദിച്ചേ, എന്റെ തലയിലെന്നാ ചോദിച്ചേ. എമ്മേന്റെ പുതിയതായിട്ട് ഇറങ്ങിയ ഈഡൻ മാട്രസ് ആണിത്. ഓണായിട്ട് നോമിന്റെ വീട്ടിലേക്ക് വാങ്ങിയായിരിക്കും. എങ്ങോട്ട് വരിക? അതെ പേരക്കു സീനത്തെ അടക്ക്. അല്ല സീനത്തെ ഇങ്ങനെ എന്തെന്നായിരുന്നു എന്നോട് പറഞ്ഞത്? 10 ആവുമ്പോ മുട്ട ഇവിടെ എത്തുന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ ഞാൻ പറയണേ കഴിഞ്ഞ പെരുന്നാക്കേ 2 ചെമ്പ് ബിരിയാണി നോക്ക് കൊടുത്തത്. ഓസ് കിട്ടി ആസിഡും കുടിച്ചും വെള്ളത്തെ ജാതി ബിലിസാൻ പോലെ. ഇതെന്തിനാ ദോശ ഒഴിവാക്കി? താനിത് ഗിഫ്റ്റ് ഒലക്ക പെങ്ങള് നേരിട്ട് ജർമ്മനിന്ന് ഇറക്കിയതാണത്. ഓ ജർമ്മനിന്റെ സാധന. എന്നാ ഒരു കാര്യം ചെയ്തോ, എന്റെ വീട്ടിലെ കിടക്കത്ത സ്വർണം വാങ്ങാത്ത കൂട്ടിലിട്ട് അത് ഇരുവാന്തിയല്ല പുഴട്ടാ. ഇനി വൈകിക്കണില്ല. തന്റെ വാർത്തയിൽ നോക്കിട്ട് സമയത്തായി ഞാൻ എത്ര നേരം കോയിന്റെ വയ്യായിരുന്നു. കോഴി അങ്ങ് മുട്ട ഇടണ്ടേ? ഞാൻ മുട്ട ഞാൻ ബാങ്കിൽ പോയിട്ട് വരട്ടെ മോളെ, എന്നിട്ട് തരാം എന്റെ മുട്ട. ഇതേ അതെടി ഓണം ഇപ്പൊ സദ്യ ഉണ്ടാക്കിനെ, അപ്പൊ ദോശന ആവശ്യമില്ലല്ലോ. തന്റെ കഥ ലോകത്ത് എത്രമാരി ആൾക്കാർ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഇടങ്ങാറാവണേ. അപ്പഴാ ഭക്ഷണം ഒഴിവാക്കണത്. പട്ടിണി ഇങ്ങോട്ട് കിടക്കുമ്പോ ഇത് നോമിന് തന്നോളൂ. താൻ എന്റെ ബാല്യകാല സുഹൃത്തല്ലേ കോയെ. ഇത് എന്റെ ഉന്നക്കടക്കല്ല. ഇത് 100 ദിവസം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്വർണ്ണം എവിടുന്ന ഓഫറിൽ കിട്ടണമെന്ന് ഒന്നും പറഞ്ഞുതരാ. അടി കിട്ടിയിട്ട് ഇപ്പൊ എനിക്ക് ഒന്നും. എനിക്കിത് എന്തിന്റെ ആവശ്യമാണ് എന്റെ മുട്ട എടുത്ത് ഓക്ക് കൊടുക്കായിട്ട്? എന്റെ മുട്ട പോയത് തന്നെ. ഉച്ചയ്ക്ക് 1:45. മനസ്സിലായിക്കോളൂ. ഉണ്ടാക്കുള്ള പായസം ഇതിനിക്കാണ് ചെറിയ പാത്രം എന്റെ ഇല്ല. ഇത് നൊട്ടാലല്ല, ഇതിന്റെ അമ്മായിമക്കനെ തരില്ല. ഞാൻ ശുക്രാക്കുന്നത് പൊട്ടന്മാരാ. ഇപ്രാവശ്യം ഓണല്ലേ? തിരിച്ചാണ് കൊടുക്കാം. അത് മാത്രല്ല 20 വർഷത്തെ വാറണ്ടി ഉണ്ട്. കൊറേ ദിവസമായി കിടന്നുറങ്ങി. ഇരുന്നൊന്ന് കിടന്നുറങ്ങണം. എന്ത് തന്നെ ആണെങ്കിലും തെളിയണില്ല. ഞാനൊന്ന് നക്കട്ടെ. ഇതൊന്ന് പിടിക്കാം. എന്നാ ഉത്സവാ എന്റെ മുട്ട. ഓ എനിക്ക് ഇപ്പെങ്കിലും തരാൻ തോന്നിയല്ലോ. ഞാൻ പണക്കൊരു ചെമ്പിലൊന്നും 2 പരാതി ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്കും പെരുന്നാളുണ്ടാവില്ല. കോഴി ബിരിയാണി കിട്ടാൻ വേണ്ടി ആകാശം നോക്കി ഉത്തരക്കേണ്ടി വരും. ഓള് ബിസ്ക്കറ്റാണ് ഇതന്നെ കിട്ടിയ നമ്മളെ ബാക്കിയാ. ഇച്ചത്തെ ഊണിന് വീട്ടിലേക്ക് വന്നോളാ. 20 വർഷം ഇവിടെ മനുഷ്യന്മാർക്ക് തന്നെ ഗ്യാരണ്ടി ഇല്ല. എന്നിട്ടല്ലേ കടക്ക. ഏതായാലും ഒന്ന് പോയി കടന്നു നോക്കണം. എവിടെയാ? After 20.
തരാം 13, 14, 15 മെല്ലെ. ഇത് ചെറിയ മുട്ടയാണല്ലോ. എനിക്ക് ഞാൻ വലിയ മുട്ടയല്ലേ തന്നെ. എനിക്ക് പൈസ തന്നില്ലെങ്കിലേ ഓളം മജ്ജത്ത് ഞാൻ എടുക്കുന്ന ഓക്കെ അറിയാം. അല്ലെങ്കിൽ തിന്നാനും കുടിച്ചാലുള്ള സാധനമൊക്കെ ആയി ചോദിച്ചു വാങ്ങാൻ ഭയങ്കര ഉസാറാണല്ലോ. ഇത് പോടി ഇടുന്നേ മനസ്സമാക്കുന്ന ഒരു സാധനം ചോദിച്ചു വാങ്ങാന്ന് പറഞ്ഞാലേ കോയെ ഒന്നിങ്ങടെ ഇറങ്ങുക. താൻ ഏത് നേരത്തെ ഉറക്കം മാത്രമേ ഉള്ളൂ. കുൽസു കുൽ. മണ്ണാർക്കാട് അയാസ് ഗോൾഡില് നല്ല ഓഫറാ. ആ എന്റെ കൂട്ടുകാരൻ കോയന്റെ അയാസ് ഗോൾഡ്. ആകെ മുട്ടാണ്ടേ. അത് ശരി, ഇത് കോഴി ഇടുന്ന മുട്ടയല്ലേ? എന്റെ വർത്താനം കെട്ടവരിക്കല്ലത് ഞാനിട്ട മുട്ടയാന്ന് വലിപ്പം നോക്കി. എന്ത് പറഞ്ഞിട്ടെന്താ? എനക്ക് തന്നെ വലിയ മുട്ട വേണം. തടിമെന്നൊരു കഷ്ടം പോണമാർക്കാണ്. പാത്തിനു കിട്ടൂല. ഞാൻ പോവാണ്. ഓണം വന്നല്ലോ, പൈസ കിട്ടിയല്ലോ, കോരി കുടിക്കാലോ. കുൽ. എന്താണ് ഇവിടെ കിടന്നാണ് കുൽ കുൽ എന്നറിയണ്ടേ? എന്തിനെ പോകുന്നൂന്ന്? കോയെ എന്റെ കടത്തത്തിന്റെ പ്രശ്നമാണോ കടക്കിന്റെ പ്രശ്നമാണോ എന്ന് നോമിന് അറിയില്ലടോ. അയാള് തുറന്നു വിട്ടോ. ഞാനാ ആ ആ സ്വർണ്ണം വാങ്ങണേ അവിടെ തന്നെ വാങ്ങിക്കൊണ്ടു. അതാ നല്ലേ. ആയിക്കോട്ടെ. പറ്റുകയാണെങ്കിലേ ഞാൻ മൂദേവിക്കേ അല്ലാത്ത ചൊറയായി പോയല്ലോ. ഞാൻ വരുന്ന മുജീബിനോട് ചോദിച്ചു നോക്ക്. ഓന്റെ വീട്ടിൽ വലിയ മുക്കി കുടിക്കാലോ. എടാ കള്ളൻ നിക്കടാ. ഇന്റെ പായസം കള്ളൻ കള്ളൻ കുടിക്കള്ളൻ. ഊരക്കൊക്കെ ഭയങ്കര വേദന. ഉറങ്ങിയിട്ട് അങ്ങോട്ട് ഉറക്കം ശരിയാവണില്ല. നമുക്ക് അങ്ങനെ വേണേ. ഒരു 10-20 കൊല്ലം മുന്നേ ഒരു ചെറിയ കമ്മലും വാങ്ങിക്കൊണ്ടു. ഓളമ്മന്റെ ജിമിക്കും കമ്പല കൊണ്ടുപോയി കൊടുക്കണേ. ഞാൻ ഇന്നലെ രാത്രി പ്ലാവിന്റെ കാടിവെള്ളം തിന്നോണ്ടേ വയറിനൊരു സുഖമുണ്ട്. വലിയ മുട്ട ഇടുന്ന കോഴിണ്ട്. മുജീബിക്ക, നിങ്ങള് 2 വലിയ മുട്ട എനിക്ക് തരുവോ? കൊടുക്കും എനിക്ക്. എന്നോട് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മണ്ടോ? ഒരു ഓണത്തിന് ഒരു പെട്ടിങ്ങനെ ഏറ്റിക്കാണ്ട് ഒരു മാട്രസ്. ആ തന്റെ പെങ്ങളുടെ അതന്നെ. നജീബേ, ഡയമണ്ടും 18 കാരറ്റ് ആഭരണങ്ങൾക്കും ഒരു 30% പണിക്കൂലിയാണ് കുറച്ചു. തലണ്ട പാവല്ലേ, വിഷമിന് എടുത്തല്ലേ. പാത്തു പറഞ്ഞ വെറുതെ വിടാണ്. അല്ലെങ്കിൽ ഒരു കാര്യണ്ട്, നിങ്ങൾ ഓണായിട്ടിങ്ങോട്ട് വരും. 20 കൊല്ലായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സുഖമായിട്ട് കടന്നുറങ്ങുണ്ട് ഞാൻ. അന്ന് എന്നോട് ഞാൻ പറഞ്ഞപ്പോ എന്തേ പറഞ്ഞു? 20 കൊല്ലം മനുഷ്യന്മാർക്ക് തന്നെ വാറണ്ടി ഇല്ലാന്ന്. വരണ്ടില്ലേ? അയിമ പേരിന്റെ വരും. എന്റെ ചങ്ങായി അപ്പുണ്ണിയുള്ള പേരിന്റെ ഓന്റെ പേരക്കുട്ടിന്റെ കല്യാണ്ട് ഓന് വാണ്ട എന്താച്ചാ കൊടുത്താളാ. വാറണ്ടി ഇല്ലല്ല, വാറണ്ടി ഇല്ലു അജ് പറഞ്ഞത്. ആ വാറണ്ടി മാട്രസിനുണ്ട്. എനിക്ക് വിശ്വാസം പോരാ കോയെ. കാര്യം ഏറ്റു. ഇത് വരുന്നവർക്കൊക്കെ കൊടുക്കണ്ട കുട്ടിയെ. അത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ളതാണ്. ആണോ കോയെ? പേര് അറിഞ്ഞു. കാണിച്ചു തരാൻ എനിക്ക്. എന്നാ എന്റെ പേരന്റെ ഉള്ളിക്കേ താൻ ആ ബെഡൊന്ന് ദിക്കൊന്ന് ഇട്ടരോ കോയെ? അത് ബ്രെഡ് അല്ല, ബെഡാണ്. പേരക്കുട്ടിന്റെ കല്യാണല്ലേ, സ്വർണം വേണം. എല്ലാം നജീബ് നോക്കിക്കോളും. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേട്ടോ, ഇപ്പൊ നിങ്ങള് വന്നത് നന്നായി. കാരണം നമ്മള് കണ്ടജി, ഇതാണ് ആ മാട്രസ്. കോയെ നമുക്ക് വയസ്സായാലും ബെഡിന് വയസ്സായിട്ടില്ല കോയെ. അതാണ് ഞാൻ പറഞ്ഞത്.